Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. പാലത്തിന്റെ അഭാവം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുന്നു. തെക്കുംകര പഞ്ചായത്തിലെ മണ്ണിത്തറ കിഴക്കേക്കര 5-ാം വാർഡിൽ 2023 പ്രളയത്തിൽ ഒലിച്ചുപോയ പട്ട്യാംകുന്ന് പാലമാണ് നിർമ്മാണ ഘട്ടങ്ങൾ ഒച്ചിഴയും പോലെയാകുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ. പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ്, ഇറിഗേഷൻ വകുപ്പ് തുടങ്ങി ദുസ്സഹകരമായ സാഹചര്യത്തെക്കുറിച്ച് അറിയിച്ചെങ്കിലും നാദനില കളരി പോലെയാണ് നിലവിലെ അവസ്ഥ. പാലം പണിയുമെന്ന് പറഞ്ഞ് 1 വർഷം മുമ്പ് അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടതല്ലാതെ മറ്റ് നിർമ്മാണ ഘട്ടങ്ങൾ മുഴുവിപ്പിക്കുന്നതിൽ അനാസ്ഥ പ്രകടമാണെന്ന് വാർഡ് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടിയും PT മണികണ്ഠനും പറയുന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ പുഴ നവീകരണവുമായി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ പാലം പണിയുന്നതിന് വേണ്ടി ഈ പാലം പൊളിച്ച് ഇവിടെ അടി ബെഡിട്ട് കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും ഈ പാലത്തിൻ്റെ അവിടത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ഇറിഗേഷൻ അധികാരികളോ അതുപോലെ തന്നെ കരാറുകാരനോ നാളിതുവരെ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരനായ ചന്ദ്രേട്ടൻ ആളൊരു ക്ഷീര കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ പശു ഇവിടെ വീണ് അത് തണ്ടലൊടിഞ്ഞു. ഇപ്പോൾ ആ പശുവിനെ കൊടുക്കേണ്ട നിലവാരമായി. അവശ്യ നിലയിൽ ഇവിടെ ഈ കിടക്കുന്ന ഈ പാലത്തിനു വേണ്ടി വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഈ കരാറുകാരനെയും നിരന്തരം ബന്ധപ്പെട്ടാലും ഒരു അലസ മനോഭാവമാണ് ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊന്ന് ഓർക്കണം, ഈ നാട്ടിലെ ഈ വാർഡിലെ മിക്ക ജനങ്ങളും ഈ കാണുന്ന പാടങ്ങൾ അവരുടേതാണ്. ആ പാടം പണിതുകൊണ്ടും അവിടെ നാൽക്കാലികളെ കൊണ്ടുപോയി ഉപജീവനം നടത്തുന്ന ഏക ആശ്രയമാണ് ഈ പാലം. അന്ന് MLA PWD ഓഫീസിൽ വിളിച്ചു ചേർത്തപ്പോൾ കരാറുകാരനോട് നിർബന്ധമായി പറഞ്ഞു, പട്ട്യാംകുന്ന് പാലം എത്രയും വേഗം പൂർത്തീകരിക്കണം. അതിൻ്റെ ഉദ്ഘാടനം അതിഗംഭീരമായി നടന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെയാണോ കരാറുകാരൻ്റെ ആണോ അവ മറ്റാരുടെയിലോ ഇടപെടലാണോ ഈ കുണ്ടും കുഴിയും ഇവിടെ കിടക്കാനുള്ള സാഹചര്യം? കൂടാതെ പണി ആവശ്യങ്ങൾക്കുള്ള മെറ്റലും മണലും മറ്റ് സാധന സാമഗ്രികളും ഒലിച്ചു പോയതായും പറയുന്നു. പാലമില്ലാത്തതിനാൽ ക്ഷീര കർഷകരുടെ അന്നം മുട്ടിപ്പോകുന്ന സ്ഥിതി സംജാതമാകുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന പരാതിയും ശക്തമാണ്. മറുകരയിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളുണ്ട്. പാലമില്ലാത്തതിനാൽ പരമ്പരാഗത നെൽ കർഷകരും ആശങ്കയിലാണ്. പാടശേഖരങ്ങൾ ഉഴുതുമറയ്ക്കുവാൻ ട്രാക്ടറും മറ്റും വളഞ്ഞു ചുറ്റി ഏറെ സമയം എടുത്തു വേണം എത്തിച്ചേരുവാൻ. കഴിഞ്ഞ ദിവസം പാലത്തിന് സമീപമുള്ള വൻ ഗർത്തത്തിൽ പശു വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഭരണചക്രം തിരിക്കുന്നവരുടെ അനാസ്ഥയ്ക്ക് പ്രതിരോധം തീർക്കാനും പൊതുജനങ്ങളുടെ ആവശ്യകത വിസ്മരിച്ച് നാളുകൾ പിന്തുടരുകയാണെങ്കിൽ ശക്തമായ സമരമാർഗങ്ങൾ ആവിഷ്കരിക്കുമെന്നും നാട്ടുകാരും പറയുന്നു. ഞങ്ങളുടെ ഈ മണലിത്ര എന്ന 5-ാം വാർഡ് എന്ന് പറയുന്ന ഈ സ്ഥലം കൂടെ ഒരു തുരുത്താണ്, ഒരു ഒതുങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിലേക്ക് കൂടെ ഏകാതമായിട്ട് കണ്ടുള്ള ഈ പാലാണ്. ഈ പാലം കഴിഞ്ഞ വർഷം അവർ പൊളിച്ചിട്ട് പോയതാണ്. അപ്പോൾ പണിത് തരാൻ പറഞ്ഞാൽ ഇതുവരെ ഈ നാട് വരെയും പണിത് തന്നിട്ടില്ല. കന്നുകാലികളെ തീറ്റാൻ കൊണ്ടുപോകാനും അവറ്റങ്ങളെ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കടക്കാനും കൃഷി ഇറക്കാൻ പോകാനും ഭയങ്കര ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പശുക്കളെ തീറ്റാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പശു ഒരെണ്ണം ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ഈ ഇവിടെ കയറുമ്പോൾ കാലൊടിഞ്ഞു വീണു, തണ്ടൊടിഞ്ഞു വീണു. പശുവിനെ കൊണ്ടുപോകാനൊക്കെ ഇറങ്ങി പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പാലം എത്രയും വേഗം പണിത് തരണം. നെല്ല് പണിതിട്ട് തന്നെ അപ്പടി പന്നി കുത്തിപ്പോയി. ഇതിനൊന്ന് കടന്നു പോകാനും കൂടിയും പാകില്ലാതെ 2 ഏക്കർ നെല്ല് പണിത് മുഴുവനും പോയി. ഈ പ്രാവശ്യം ആകെ 16 ചാക്ക് നെല്ലാണ് കിട്ടിയത്. 25 കെട്ട് വെക്കൂലും. അതൊന്ന് പോയി നോക്കാൻ പാകില്ലാത്ത കാരണമാണ്. VCB ന്യൂസ്, തെക്കുംകര. You are watching VCV News.